Hello friends, welcome to Toppers World. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് 3rd സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ്. നമ്മുടെ 4th യൂണിറ്റ് ദ മാജിക് റിംഗ് എന്ന ചാപ്റ്ററിന്റെ ക്ലാസ് ആണ് ഇന്നത്തെ. ഓക്കെ, യൂണിറ്റ് 4 ദി മാജിക് റിംഗ്. അപ്പൊ നിങ്ങൾക്ക് ആ ഫസ്റ്റ് പേജിൽ തന്നെ എന്താണ് കാണാൻ സാധിക്കുന്നത്? ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൻ ബിലോ. താഴെ തന്ന ചിത്രം നോക്കൂ. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ഈ ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? ഒരു കടൽ തീരമാണ് അല്ലേ ഇത്? ഒരു കടൽ തീരമാണ്. ഇവിടെ എന്തൊക്കെയുണ്ട്? കുറെ ബോട്ടുകളുണ്ട്, ഒരു മെൻ ഉണ്ട്, ഒരു വുമൺ ഉണ്ട്, പിന്നെ കുറച്ച് ഹട്ട് അല്ലേ, ചെറിയ ചെറിയ കുടിലുകള്, അതുപോലെ നമ്മുടെ കോക്കനട്ട് ട്രീസ്, പിന്നെ ഒരു ബോയ് നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ ഈ പിക്ചറിൽ എന്തൊക്കെ കാണുന്നത് അതാണ് നമ്മളിവിടെ എഴുതാൻ പറയുന്നത്. ഇവിടെ ചോദിക്കുന്നത് എന്തൊക്കെയാണ്? കടൽ തീരമാണ് അല്ലെ? കാണുന്നതാണ് കടല്. സീഷോർ, ബോട്ട്സ്, ഹട്ട്സ്, എ മാൻ, എ വുമൺ, കോക്കനട്ട് ട്രീസ്, എ ബേർഡ്, എ ബോയ്. ഇതൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ചാപ്റ്ററിലെ ചില വേർഡ്സിന്റെ മീനിങ്സ് നോക്കാം. അപ്പൊ സീഷോർ എന്ന് വെച്ചാൽ എന്താണ്? കടൽ തീരം. ഓക്കെ, വേവ്സ് വെച്ചാൽ എന്താ? തിരമാല. വണ്ടേർഡ് പറഞ്ഞാൽ ആശ്ചര്യപ്പെട്ടു. ഹ്യൂജ്, വലിയ. റിലീഫ് പറഞ്ഞാൽ ആശ്വാസം. ഗ്ലീമേഡ് പറഞ്ഞാൽ തിളങ്ങുക, തിളങ്ങി. ഗാസ്പിംഗ്, ശ്വാസം മുട്ടല്. ഗ്ലൈഡഡ്, തെന്നി മാറുക. ഫ്യൂറിയസ് പറഞ്ഞാൽ ഉഗ്രകോപം എന്ന് വെച്ചാൽ കോപം പറഞ്ഞാൽ എന്താ? ദേഷ്യം അല്ലെ. വളരെയധികം ദേഷ്യമാവുന്നതിന് നമ്മൾ എന്ത് പറയാ? ഉഗ്രകോപം എന്ന് പറയാ. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ നന്ദി. കൈൻഡ്നസ്, ദയ. ഫ്ലട്ടറിങ് പറഞ്ഞാൽ എന്താ? ചിറകടിക്കുക. അതായത് ബേർഡ്സ് ഒക്കെ ചിറകടിക്കുന്നത് കണ്ടിട്ടില്ലേ? നമ്മൾ ഫ്ലട്ടറിങ് എന്ന് പറയാ. ക്ലങ് എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കുക അല്ലെങ്കിൽ പറ്റി പിടിച്ച് നിൽക്കണേക്ക് നമ്മൾ ക്ലങ് എന്ന് പറയും. പിന്നെ എല്ലിഡ് പറഞ്ഞാൽ അലറി വിളിക്കുക, ഉറക്ക നിലവിളിക്കുക, അലറി വിളിക്കണേന് നമ്മൾ എല്ലിഡ് എന്ന് പറയും. ചോക്കഡ് പറയുന്നത് വീർപ്പ് മുട്ടുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിലെ മീനിങ്സ്. അപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാം. മാജിക് റിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പൊ എന്താ ഫസ്റ്റ് പോർഷനിൽ പറയുന്നത്? അറ്റ് ദ സീഷോർ അല്ലെ, കടൽ തീരത്ത്. One morning, Ebin went to the seashore with his father. Ebin, sit here, I will be back soon. Ebin's father sailed away in a small boat for fishing. Ebin sat on the shore waiting for his father. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന ഈ കുട്ടിയാണ് എബിൻ. ഇത് എബിന്റെ ഫാദർ ആണ്. എബിന്റെ ഫാദർ ഒരു ഫിഷർമാൻ ആണ്. അപ്പൊ കടലിൽ പോയി മീൻ പിടിച്ചിട്ട് വന്നിട്ട് അത് വിറ്റിട്ടാണ് ഇവര് ജീവിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? ഒരു ദിവസം രാവിലെ എന്താണ് ഇവർ അച്ഛനും അതായത് എബിനും എബിന്റെ ഫാദറും കടൽ തീരത്തെത്തി. എന്നിട്ട് നമ്മുടെ എബിന്റെ ഫാദർ പറയുകയാണ്, നീ ഇവിടെ ഇരിക്കുക, ഞാൻ വേഗം പോയിട്ട് വരാം. എങ്ങോട്ട് പോണ കാര്യം പറയുന്നത്? മീൻ പിടിച്ചിട്ട് അല്ലെ, മീൻ പിടിച്ചിട്ട് വേഗം വരാം എന്ന് പറഞ്ഞിട്ട് എബിന്റെ ഫാദർ എന്ത് ചെയ്തു? ഇവരുടെ കയ്യിലുള്ള സ്മോൾ ബോട്ടും കൊണ്ട് ഫിഷിങ്ങിന് പോവാണ് അല്ലെ, മീൻ പിടിക്കാൻ പോവാണ്. അപ്പൊ അച്ഛനെ വെയിറ്റ് ചെയ്തിട്ട് എബിൻ എവിടെ ഇരിക്കുകയാണ്? കടൽ തീരത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അച്ഛൻ വരുന്നതും വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. Ebin looked at the blue sea. He tried to count the boats. There were many. He began to dig a small pit in the sand. Waves came and filled it with water. അപ്പൊ എബിൻ എന്ത് ചെയ്യണം? അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അല്ലെ. അപ്പൊ അവന്റെ മുന്നിൽ എന്താണ്? വലിയ ബ്ലൂ സീ ആണല്ലേ, ഫുൾ എന്താണ്? വലിയ കടലാണ്. അപ്പൊ കടലിൽ ഒരുപാട് ബോട്ടുകൾ പോകുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യണത്? ആ ഓരോ ബോട്ടുകളും എണ്ണാൻ നോക്കുകയാണ് അല്ലെ. അതായത് 1, 2, 3 കൊണ്ട് കൗണ്ട് ചെയ്യണം, എണ്ണയാണ്. ഒരുപാട് ബോട്ട്സ് ഉണ്ട്. അപ്പൊ അവൻ എന്ത് ചെയ്തു? കുറെ എന്നിട്ട് അങ്ങനെ ഇരുന്നപ്പോ അവിടെ മൊത്തം സാൻഡ് ആയിരിക്കും അല്ലെ, മണലാണല്ലോ കടൽ തീരത്ത്. സാൻഡില് ചെറിയ ചെറിയ കുഴികൾ അല്ലെ, ഒരു ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ അതിൽ ഫുള്ളും കടൽ വെള്ളം വന്ന് നിറയുകയാണ്. വേവ്സ് കെയിം അല്ലെ, നമ്മൾ തിരമാല വരുമ്പോൾ എന്ത് സംഭവിക്കുമ്പോൾ കുഴിയിൽ മുഴുവൻ വെള്ളം നിറയും. അങ്ങനെ അവൻ ആരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്? എബിൻ അച്ഛൻ അല്ലെ, എബിന്റെ ഫാദറിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. Hours passed. The fishing boats were coming back. He saw crows and kites flying close to the boats. The boats reached the shore and the fishermen filled their baskets with the fish. When will my father come back? Ebin wondered. അപ്പൊ കുറേ നേരം സമയം അങ്ങനെ കുറെ കടന്നുപോയി, കുറെ മണിക്കൂറുകൾ കഴിഞ്ഞു. അപ്പൊ ഫിഷിങ്ങിന് പോയ ബോട്ടുകളെല്ലാം തിരിച്ചു വരാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ ബോട്ടുകളിലെല്ലാം എന്തായിരിക്കും ഉണ്ടാവുക? ഫിഷിലെ കടലിൽ നിന്ന് പിടിച്ച മീനുകൾ ഉണ്ടാവും. He saw crows and kites flying close to the boats. അപ്പൊ ഈ ബോട്ടുകളിൽ മുഴുവൻ മീനാണ് അല്ലെ. ബോട്ടിന്റെ അടുത്തേക്ക് ഏത് ബേർഡ്സ് ആണ് പറന്നു വരുന്നത്? ക്രോസും കൈറ്റ്സും. ഇവിടെ കൈറ്റ് എന്ന് പറയുന്നത് പട്ടമാണ്, നമുക്കറിയാലേ, പട്ടമാണ് കൈറ്റ്. ഇവിടെ കൈറ്റ് പട്ടത്തിനെയല്ല ഉദ്ദേശിക്കുന്നത്. ഏതിനെയാണ്? നമ്മുടെ പരുന്തിനെ അല്ലെ, ഈഗിളിനെയൊക്കെ നമ്മൾ കൈറ്റ്സ് എന്ന് പറയും. അപ്പൊ ഈ മീൻ എടുക്കാൻ വരികയാണ് അല്ലെ, ക്രോസും അതുപോലെ പരുന്തൊക്കെ ബോട്ട്സിന്റെ അടുത്തോട്ട് വരികയാണ്. അങ്ങനെ ഫിഷിങ്ങിന് പോയ എല്ലാ ബോട്ടുകളും തിരിച്ചു വരാൻ തുടങ്ങി. ആ ബോട്ടിൽ ഫുള്ളും എന്തുണ്ട്? നിറയെ മീനുകളുണ്ട് അല്ലെ. അപ്പൊ അവരെല്ലാം വന്നു, തീരത്തോട്ട് വന്നു, ബാസ്ക്കറ്റിലെല്ലാം ഫിഷ് നിറയ്ക്കുകയാണ്. അപ്പൊ എബിൻ ചോദിക്കുകയാണ്, എപ്പോഴാണ് എന്റെ അച്ഛൻ വരിക? ഇത്ര നേരമായിട്ടും എബിന്റെ ഫാദർ വന്നിട്ടില്ല. ഓക്കെ, ഹാവ് യു എവർ ബീൻ ടു ദ സീഷോർ? അപ്പൊ നിങ്ങൾ എപ്പോഴും കടൽ തീരത്ത് പോയിട്ടുണ്ടോ?
describe any of your visit to the seashore. അപ്പോൾ കടൽ തീരത്ത് പോയവർക്ക് അറിയാലോ അവിടെ കാണുന്ന കാഴ്ചകൾ, പല കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ അവിടെ കണ്ട 4 കാര്യങ്ങൾ, ഏതെങ്കിലും 4 കാര്യങ്ങളല്ല, എന്താ കണ്ട സംഭവം എന്താന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയാണ്. ഓക്കെ, നമുക്ക് കണ്ടെങ്കിൽ നമ്മൾ സീഷോറിൽ പോയിട്ടുണ്ടെങ്കിൽ എസ് എന്ന് എഴുതുക, എന്നിട്ട് അവിടെ സീഷോറിൽ കണ്ട കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഐ വിസിറ്റഡ് ദ സീഷോർ ലാസ്റ്റ് സമ്മർ വിത്ത് മൈ പാരന്റ്സ്. വെൻ വി റീച്ച്ഡ് there the beach was so crowded. It was an evening. The light breeze felt good as it brushed against our cheeks. I found so many small boats there, fishermen selling fishes there. The water of the sea was crystal clear and blue in color. I really enjoyed that evening. അപ്പോൾ നമ്മൾ കടൽ തീരത്ത് പോയ അല്ലെങ്കിൽ നമ്മൾ ബീച്ചിലൊക്കെ പോയൊരു നമ്മുടെ ഒരു അനുഭവമാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്, നമ്മുടെ എന്താണ് ലാസ്റ്റ് സമ്മറിൽ സീഷോറിൽ വിസിറ്റ് ചെയ്ത കാര്യമാണ് പറയണത്. ഈവനിങ്ങിലായിരുന്നു പോയത്. ഈവനിങ്ങിൽ എന്താ നല്ല തിരക്കുണ്ടായിരുന്നു കടൽ തീരത്ത്. അതേപോലെ എന്താ നല്ല കാറ്റായിരിക്കും അല്ലേ, നമ്മുടെ കടൽ തീരത്തൊക്കെ പോയവർക്ക് അറിയാൻ പറ്റും, നല്ല കാറ്റുണ്ടാവും. അതുപോലെ അവിടെ എന്തുണ്ടാവും, കുറെ ബോട്ടുകൾ ഉണ്ടാവും, അതുപോലെ മീൻ വിൽക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ, ഫിഷർമാൻ മീനൊക്കെ വിൽക്കുന്നുണ്ടാവും. അപ്പൊ ഇത് നമ്മൾ സീഷോറിൽ എന്തൊക്കെയാണ് കണ്ടത് എന്നുള്ള സംഭവം ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. നമ്മുടെ എബിന്റെ ഫാദർ വന്നു എന്നുള്ളത് നോക്കാം അല്ലെ. എ ബ്യൂട്ടിഫുൾ ഫിഷ് അല്ലെ, ഒരു ഭംഗിയുള്ള മീന്. എബിൻ looked at the blue sea. A small boat came riding on a big wave. അപ്പൊ എബിൻ ഇങ്ങനെ അച്ഛനെ വെയിറ്റ് ചെയ്ത് നിന്ന് അങ്ങനെ കടലോട്ട് നോക്കുകയാണ് അല്ലെ, എപ്പോഴാണ് അച്ഛന്റെ ബോട്ട് വരിക, അതോട്ട് നോക്കുമ്പോഴാണ് അത് അവിടെ നിന്ന് ചെറിയൊരു ബോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. It's my father's boat. Ebin jumped with joy. The boat came ashore. Ebin ran towards the boat. There was a big fish in the boat. അപ്പൊ എബിന് വളരെ ഹാപ്പി ആയിട്ട് പറയാണ് അത് എന്റെ അച്ഛന്റെ ബോട്ടാണ് വേണ്ട. എബിൻ തുള്ളിച്ചാടുക അല്ലെ സന്തോഷം കൊണ്ട്. അങ്ങനെ ബോട്ട് വന്നു, കടൽ തീരത്തോട്ട് വന്നു. എബിൻ വേഗം അച്ഛന്റെ ബോട്ടിന്റെ അടുത്തോട്ട് പോവാണ് അല്ലെ. അപ്പൊ അവൻ എന്താ കാണുന്നത്, അതിനുള്ളിൽ ആ ബോട്ടിൽ ഒരു വലിയൊരു ഫിഷ് അല്ലെ, ഒരു ബിഗ് ഫിഷ് ആണ് ഉള്ളത്. What a huge fish! How beautiful! Ebin tried to lift the fish with both his hands. അപ്പൊ അവൻ അത് വലിയൊരു മീനാണ് അല്ലെ, അത്രയും നാൾ അവൻ അതുപോലത്തെ മീൻ കണ്ടിട്ടില്ല. അപ്പം പറയുന്നത് ഇത് വലിയൊരു മീനാന്നല്ല, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് പറഞ്ഞിട്ട് അവൻ ആ മീൻ എടുക്കാൻ നോക്കുക, 2 കൈ കൊണ്ടും ആ മീനെ എടുക്കാൻ നോക്കുകയാണ്. We will take this fish to the market. We will sell it for a good price, father said with a broad smile. അപ്പൊ അച്ഛൻ എന്താ പറയണത്, നമുക്ക് ഈ മീനെ കൊണ്ട് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാം അല്ലെ, വിറ്റ് നല്ല കാശിന് വിൽക്കാം, നമുക്ക് നല്ല പ്രൈസ് കിട്ടും, നല്ല കാശ് കിട്ടും അല്ലെ, ഈ മീനെ കൊണ്ട് കടയിൽ കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ കാശ് കിട്ടും എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്ത് ചെയ്യണം, സ്മൈൽ ചെയ്യണം അല്ലെ, വളരെ ഹാപ്പി ആയിട്ട് സ്മൈൽ ചെയ്യണം. Wait here, I will go and get a basket, father said and walked away. അപ്പൊ അച്ഛൻ എന്ത് പറഞ്ഞു, നീ ഇവിടെ നിൽക്കുക, ഞാൻ പോയിട്ട് ഒരു വലിയ ബാസ്ക്കറ്റ് എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോവുകയാണ്. What was Ebin's father's plan? അപ്പൊ അച്ഛന്റെ പ്ലാൻ എന്തായിരുന്നു, എബിന്റെ ഫാദറിന്റെ പ്ലാൻ എന്തായിരുന്നു, മീൻ കൊണ്ട് കറി വെക്കാന്നാണോ, അല്ല അല്ലെ, നമുക്ക് കടയിൽ കൊണ്ട് വിറ്റിട്ട് കാശാക്കാം എന്നാണ് അച്ഛന്റെ ഫാദറിന്റെ പ്ലാൻ. Take the fish to the market and sell it for a good price. Why did father walk away leaving the fish with Ebin? അപ്പോൾ മീന് എബിന്റെ കയ്യിൽ കൊടുത്ത് എബിനെ അടുത്ത് നോക്കാൻ ഏൽപ്പിച്ചിട്ടാണ് അച്ഛൻ പോകുന്നത് അല്ലെ. എന്തിനാ അച്ഛൻ പോകുന്നത്, ബാസ്ക്കറ്റ് എടുക്കാൻ. He has gone to take a basket. അപ്പൊ ഇപ്പൊ ആര് മാത്രമേ ഉള്ളൂ, എബിനും ഫാദർ കൊണ്ടുവന്ന ഫിഷ് മാത്രമാണ് ഉള്ളത് അല്ലെ. A relief. Ebin looked at the fish. He had never seen such a large fish alive. Its silver belly gleamed in the sun. Its fins and tails were blue. It opened its mouth at regular intervals. It twisted and turned. Ebin held it tight. The fish looked helplessly at Ebin with its pink eyes. It was gasping for breath. അപ്പൊ എന്താ, എബിൻ ആ മീനെ നോക്കുകയാണല്ലേ, അവൻ ഇത്രയും നാളായിട്ടും ഇതേപോലെ ഒരു മീന് ജീവനോട് കൂടെ കണ്ടിട്ടില്ല അല്ലെ, ഇത്രയും വലിയൊരു മീന് ജീവനോടെ കണ്ടിട്ടില്ല. അപ്പൊ മീനെ കാണാൻ എങ്ങനെയാണുള്ളത്, അതിന്റെ ബെല്ലി എന്ന് വെച്ചാൽ അതിന്റെ അടിവശം, ഈ വശം എങ്ങനെയാണ്, ഗോൾഡൻ, അതായത് നമ്മുടെ സിൽവർ കളറാണ്, അത് സൂര്യന്റെ വെളിച്ചം തട്ടിയിട്ട് തിളങ്ങുന്നുണ്ട്. അതുപോലെ അതിന്റെ ഫിൻസ്, ഇതിനെ നമ്മുടെ ഫിൻസ് പറയാം, ഫിൻസും വാലും ബ്ലൂ കളറാണ്. അത് ശ്വാസം കിട്ടാറുണ്ട്, ഇങ്ങനെ മൗത്ത് ഓപ്പൺ ചെയ്ത് വായ ഇങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ ട്വിസ്റ്റ്, അത് വഴുതി പോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എബിൻ വളരെ ടൈറ്റ് ചെയ്തിട്ട് ആ ഫിഷിനെ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഫിഷിന്റെ കണ്ണിന്റെ കളർ എന്താണ്, പിങ്ക് കളറാണ്. അപ്പൊ ഈ ഫിഷ് എബിന് വളരെ സങ്കടത്തോടു കൂടെ ഹെൽപ്ലെസ് ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ഫിഷിന് വെള്ളത്തിൽ കിടന്നാലേ ശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഫിഷ് എന്ത് ചെയ്യണം, പുറത്തായതുകൊണ്ട് ശ്വാസം കിട്ടാണ്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ എബിൻ എന്താ ആലോചിക്കുന്നത്, പുവർ ഫിഷ്, ഐ വിൽ ലെറ്റ് ഇറ്റ് ഗോ ബാക്ക് ടു ദ സീ. പാവം മീന് ഞാൻ ഇതിന് വീണ്ടും കടലിൽ തിരിച്ചു വിടണം എന്ന് എബിൻ ചിന്തിക്കുകയാണ്. പുവർ ഫിഷ്,
It will die soon. Ebin felt sad. He walked towards the sea. A huge wave swept against Ebin's feet. Suddenly, Ebin let the fish into the sea. The fish happily glided through the waves. It went down into the deep blue sea and disappeared. അപ്പോൾ അവന് വളരെ സങ്കടം തോന്നിയില്ല മീനിന്റെ അവസ്ഥ കണ്ടിട്ട്, മീന് ശ്വാസം കിട്ടാണ്ട് ബുദ്ധിമുട്ടെന്ന് കണ്ടിട്ട് നമ്മുടെ എബിന് വളരെ സങ്കടം തോന്നിയിട്ട് എന്താ പറയാണ്, അത് ഇനിയും പുറത്തുണ്ട്, അതായത് കരയിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഡൈ സൂൺ അല്ലെ, മരിച്ചു പോകും. അപ്പൊ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് ഇതിന് തിരിച്ച് കടലിൽ വിടണമെന്ന് ഇവന് ചിന്തിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്തു, വേഗം കടലിൽ അടുത്തോട്ട് പോയി. എന്നിട്ട് എന്ത് ചെയ്യും, മീന് കടലിൽ തിരിച്ചു വിട്ടു. പെട്ടെന്ന് തന്നെ മീൻ എന്ത് ചെയ്തു, കടലിലേക്ക് മുങ്ങിപ്പോയി അല്ലെ, കടലിനുള്ളിലോട്ട് പോയി. എന്തായിരിക്കും ഇനി നെക്സ്റ്റ് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? വൈ ഡിഡ് എബിൻ ലെറ്റ് ദ ഫിഷ് ഗോ? അപ്പൊ എന്തുകൊണ്ടാണ് എബിൻ ഫിഷിനെ പോവാൻ സമ്മതിച്ചത്? എന്തുകൊണ്ട്, വെറുതെ വിട്ടത് എന്തുകൊണ്ടാണ്? എബിൻ ഫെൽറ്റ് സോ സാഡ് ടു സീ ദ ഫിഷ് ഗാസ്പിംഗ് ഫോർ ബ്രീത്ത്. അത് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടെന്ന് കണ്ടപ്പോൾ എബിന് വളരെ സങ്കടം തോന്നി അല്ലേ. ഹൗ വിൽ ഫാദർ റിയാക്ട്? അപ്പൊ അച്ഛൻ വന്ന് എങ്ങനെയായിരിക്കും, എബിന്റെ ഫാദർ വന്നിട്ട് എന്തായിരിക്കും പറയുക? നീ ചെയ്തത് നന്നായി എന്ന് പറയോ അതോ എബിന് ചീത്ത പറയോ? നമുക്ക് നോക്കാം അല്ലെ. ഫാദർ റിയാക്ട് ഫ്യൂറിയസ്ലി ആൻഡ് ഹി ഷൗട്ടഡ് ടുവേർഡ്സ് എബിൻ ആംഗ്ലി. തീർച്ചയായിട്ടും അച്ഛൻ വന്ന് ദേഷ്യപ്പെടും. കാരണം അച്ഛൻ എന്ത് ചെയ്യാനാണ് പോണത്, ഈ ഫിഷിന് മാർക്കറ്റിൽ കൊണ്ട് കൊടുത്ത് കാശാക്കാൻ പോവാണ് അല്ലെ, മണി കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ പോയത്. അപ്പൊ എബിൻ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ അച്ഛൻ എന്ത് തോന്നും, ദേഷ്യം വരും അല്ലെ. നെക്സ്റ്റ് പേജ് നോക്കിക്കേ. ദ ഫ്യൂരിയസ് ഫാദർ കെയിം ബാക്ക് വിത്ത് എ ബിഗ് ബാസ്കറ്റ്. വേർ ഈസ് ദ ഫിഷ്? ഹി ആസ്ക്ഡ്. ഐ ലെറ്റ് ഇറ്റ് ഗോ. വാട്ട്? Are you crazy? Father raised his voice. Please, father, let it go. Ebin said. Father was furious. Get out of my sight. I don't want to see my eyes on you anymore. He shouted. അപ്പൊ അച്ഛൻ വന്നു അല്ലെ. എന്താ ഫ്യൂരിയസിന്റെ മീനിങ് നമ്മൾ പറഞ്ഞത്? ഉഗ്രകോപം, ദേഷ്യം, വളരെയധികം ദേഷ്യമാണ് പറയണത്. അപ്പൊ അച്ഛൻ ബിഗ് ബാസ്കറ്റ്, വലിയൊരു ബാസ്കറ്റ് ഒക്കെ കൊണ്ടാണ് വന്നത്. ചോദിക്കണേ എവിടെ മീൻ, എവിടെ ചോദിക്കണം. അപ്പൊ എബിൻ എന്ത് പറഞ്ഞു, ഞാൻ അതിനെ വെറുതെ വിട്ടു, പോവാൻ വിട്ടു പറയാണ്. അപ്പൊ നിനക്ക് എന്താണ്, പ്രാന്താണോ, നമ്മൾ ക്രേസിച്ച്, നിനക്ക് എന്താ പ്രാന്താണോ, നിനക്ക് എന്താ വട്ടാണോ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഫാദർ ദേഷ്യത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. അപ്പൊ എബിൻ എന്ത് പറഞ്ഞു, പ്ലീസ് ഫാദർ ലെറ്റ് ഇറ്റ് ഗോ, പോയിക്കോട്ടെ അച്ഛാന്ന് പറയാണ്, മീൻ പോയിക്കോട്ടെ പറയാണ്. അപ്പൊ അച്ഛൻ ദേഷ്യം കാരണം പറയണം, നിന്നെ എനിക്ക് കാണണ്ട, എന്റെ കൺമുന്നിൽ നിന്ന് പോകുന്നു പറഞ്ഞിട്ട് അച്ഛൻ നിലവിളിക്കുകയാണ് അല്ലെ, ഷൗട്ട് ചെയ്യണം, അവരുടെ ദേഷ്യപ്പെടുകയാണ്. പിന്നെ എനിക്ക് ഒരിക്കലും നിന്നെ കാണണ്ട എന്നൊക്കെ എബിനോട് പറയാണ്. വാട്ട് വിൽ എബിൻ ഡു നൗ? അപ്പൊ ഇനി എന്തായിരിക്കും എബിൻ എന്തായിരിക്കും ചെയ്യാൻ പോണത്? നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. ആൻഡ് വേർ വിൽ ഹി ഗോ? അവർ എങ്ങോട്ട് പോയിട്ടുണ്ടാവും? വാട്ട് വിൽ യു ഡു ഇഫ് യു വെർ ഇൻ എബിൻസ് പ്ലേസ്? അപ്പൊ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? അച്ഛനോട് സോറി പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അല്ലാതെ എങ്ങോട്ട് ഇങ്ങനെ പോവാൻ നിൽക്കുവോ? ഇല്ല അല്ലെ. പക്ഷെ എബിൻ എന്ത് ചെയ്തു നോക്കൂ, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ എന്താ, നന്ദി അല്ലെ. What shall I do now? Ebin had no idea. He sat on the shore looking at the boat sailing away. അപ്പൊ എബിന് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് പോയാൽ അച്ഛൻ എന്തായാലും തല്ലും. അച്ഛൻ എന്താ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ഇനി കാണണ്ട, എന്റെ കൺമുന്നിൽ വരരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലെ. അപ്പൊ എബിൻ എന്ത് ചെയ്തു, ഇങ്ങനെ കടൽ തീരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ബോട്ട്സ് ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, കടലിൽ പോകുന്നുണ്ട്. താങ്ക് യു ഫോർ സേവിങ് മൈ ലൈഫ്. ഹി ഹിയർഡ് എ വോയിസ് ഫ്രം ദ സീ. ഹു ഇസ് ദാറ്റ്? എബിൻ ലുക്ക്ഡ് അറൗണ്ട് ഇൻ സർപ്രൈസ്. എബിൻ could not believe his eyes. അപ്പൊ പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടത് അല്ലെ. താങ്ക് യു ഫോർ സേവിങ് മൈ ലൈഫ്, എന്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി പറഞ്ഞിട്ട് ഒരു സൗണ്ട് കേൾക്കുകയാണ്, താങ്ക്സ് പറയാണ്. അപ്പൊ എബിൻ ചുറ്റും നോക്കുകയാണ് അല്ലെ, ആരാ അത് ചോദിച്ചു. അപ്പോഴാണ് എന്തോ ഒരു സംഭവം കണ്ടിട്ട് അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ അവൻ കണ്ടത്? Can a fish speak? He stood on the shore like a statue. മീൻ സംസാരിക്കൂ എന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് സ്റ്റാച്യു പോലെ നിൽക്കുകയാണ്, നമ്മൾ അമ്പരന്ന് നിൽക്കുകയാണ് ചെയ്യണത്. കാരണം എന്താ, അവൻ സേവ് ചെയ്ത ആ ഫിഷാണ് അവിടെ സംസാരിക്കുന്നത്, താങ്ക്സ് പറയുന്നത് അല്ലെ. Dear boy, I will never forget your kindness. The fish said, take this. This is a magic ring. Rub it and see what it can do. Use this only when you are in need. The fish came near Ebin and opened its mouth. There was a beautiful ring in its mouth. Ebin took the ring and the fish swam back to the sea. അപ്പൊ നമ്മുടെ ഫിഷ് വന്നിട്ട് പറയാണ്, നീ ചെയ്തു തന്ന സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല, നീ ഇത് എടുത്തോ, ഇതൊരു മാജിക് റിംഗ് ആണ്, ഇത് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഉരച്ചു കഴിഞ്ഞാല് ഉരച്ചിട്ട് എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ അത് നടക്കും, അതാണ് മാജിക് റിംഗ്. ഓക്കെ, അപ്പൊ ഇത് നീ ഉപയോഗിക്കുക, നിനക്ക് ആവശ്യം വരുമ്പോൾ നീ ഇത് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഫിഷ് എന്ത് ചെയ്തു, എബിന്റെ അടുത്തോട്ട് വന്നിട്ട് കണ്ടോ, വന്നിട്ട് എന്ത് ചെയ്യണം, മൗത്ത് ഓപ്പൺ ചെയ്യണം അല്ലെ. അപ്പൊ വായില് റിംഗ്, മാജിക് റിംഗ് ഉണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാജിക് റിംഗ് ആയിരുന്നു. എബിൻ എന്ത് ചെയ്തു, ആ മാജിക് റിംഗ് എടുത്തു, ഫിഷ് തിരിച്ചു വീണ്ടും കടലിലോട്ട് പോയി. ഓക്കെ, അപ്പൊ എബിന് ഇപ്പൊ എന്താ കിട്ടിയത്, ഒരു മാജിക് റിംഗ് കിട്ടി അല്ലെ. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുക മാജിക് റിംഗ്? ആവശ്യമുള്ള സമയത്ത് അത് റബ്ബ് ചെയ്തിട്ട് എന്താണ് ആവശ്യം പറഞ്ഞാൽ അത് നടക്കും. ഓക്കെ,
What will Ebin do with the magic ring? എന്തായിരിക്കും എബിൻ മാജിക് റിംഗ് വെച്ച് ചെയ്തിട്ടുണ്ടാവുക? ഇഫ് യു ഗോട്ട് എ മാജിക് റിംഗ് വാട്ട് വിൽ യു ഡു? ഇപ്പൊ നിങ്ങൾക്കാണ് ഇതുപോലെ ഒരു മാജിക് റിംഗ് ഒക്കെ കിട്ടിയതെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണുള്ളത് അത് നമ്മൾ മാജിക് റിംഗ് വെച്ച് ചെയ്യും അല്ലേ? അതായത് ഐ വിൽ യൂസ് ദ റിംഗ് ടു ഫുൾഫിൽ മൈ ഡ്രീംസ്. നമുക്ക് എന്തൊക്കെ ചെയ്യണം, ആവശ്യങ്ങൾ എന്തൊക്കെ ഉണ്ട്, അതെല്ലാം നമ്മൾ മാജിക് റിംഗ് വെച്ചിട്ട് മാജിക് റിംഗിനോട് പറയും അല്ലേ? നോക്കൂ, അപ്പൊ എബിൻ എന്തായിരിക്കും നെക്സ്റ്റ് ചെയ്തിട്ടുണ്ടാവുക നമുക്ക് അടുത്ത പേജിൽ നോക്കാം. ഇൻ ടു ദ ഫോറസ്റ്റ്. അപ്പൊ ഇപ്പൊ എബിൻ നിൽക്കുന്നത് എവിടെയാണ്? കാട്ടിലാണ് അല്ലെ, ഫോറസ്റ്റിലാണ്. എബിൻ walked aimlessly but he was not afraid. He had the magic ring with him. He could use it in need. He walked for a long time. He reached a dense forest with a huge trees and bushes. He heard the chirping of birds and the cries of animals. Suddenly a deer darted in front of him. A pack of wild dogs were chasing it. അപ്പൊ എബിൻ എന്താ ചെയ്യണത്? വീട്ടിലോട്ടല്ല പോയത്, അവന് വീട്ടിലോട്ട് പോയില്ല. അവൻ എന്ത് ചെയ്യണം? കുറെ എങ്ങോട്ട് പോകണം എന്ന് അറിയണ്ട, എയിംലെസ്സിൽ വെച്ച് എന്താണ് നമുക്ക് എങ്ങോട്ട് പോകണം എന്നൊന്നും അറിയില്ല, ഇങ്ങനെ നടക്കുകയാണ്. ഓക്കെ, പക്ഷെ അവന് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. ബട്ട് ഹി വാസ് നോട്ട് അഫ്രൈഡ് എന്ന് വെച്ചാൽ അവന് ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവന്റെ കയ്യിൽ എന്തുണ്ട്? മാജിക് റിംഗ് ഉണ്ട് അല്ലെ. അപ്പൊ അവൻ അത് ആവശ്യം വരുമ്പോൾ അത് ഉപയോഗിക്കാന്ന് വെച്ചിട്ട് അവൻ നടക്കുകയാണ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി കുറെ നേരം കഴിഞ്ഞു. അവൻ അവസാനം എവിടെ എത്തിച്ചേർന്നത്? ഒരു വലിയ കാട്ടിലാണ് എത്തിയത് അല്ലെ. പെട്ടെന്നാണ് അവിടെ നല്ല ബേർഡ്സിന്റെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്, അനിമൽസ് കരയുന്നുണ്ട്. പെട്ടെന്ന് ആണ് അവന്റെ മുന്നിലേക്ക് ഒരു മാൻ വന്നത് അല്ലെ. മാൻ ഓടി വരികയാണ്. അപ്പൊ അതിന്റെ ഓടിപ്പോവാണ് അല്ലെ, മാൻ ഓടിപ്പോകുന്നുണ്ട്. അതിന് പിന്നാലെ കുറെ വൈൽഡ് ഡോഗ്സ് വെച്ചാൽ കാട്ടുനായ അല്ലെ, കാട്ടിലുള്ള നായ്ക്കള് അതിനെ പിടിക്കാൻ നോക്കുന്നുണ്ട്. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഡിയർ? അപ്പൊ ഈ മാനിന് എന്തായിരിക്കും ഇനി സംഭവിച്ചിട്ടുണ്ടാവുക? വിൽ ദ വൈൽഡ് ഡോഗ് ക്യാച്ച് ഇറ്റ്? അപ്പൊ ഈ വൈൽഡ് ഡോഗ്സ് ഈ നമ്മുടെ മാനിനെ പിടിച്ചിട്ടുണ്ടാകുമോ? നമ്മുടെ ഡിയറിനെ സേവ് ചെയ്തിട്ടുണ്ടാവോ? നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. The magic ring. How can I save the deer? Ebin thought. He remembered the magic ring. Will it work? He took it out from his pocket, rubbed it softly and said, "Save the deer." അപ്പം പെട്ടെന്ന് എബിൻ ഇത് കണ്ടുല്ലേ, മാനിനെ കുറെ നായ്ക്കൾ ഓടിക്കുകയാണ്. അപ്പൊ എബിൻ ചോദിക്കുകയാണ്, അയ്യോ ഇതിനെ എങ്ങനെ ഞാൻ ആ മാനിനെ സേവ് ചെയ്യും, രക്ഷപ്പെടുത്തും? പെട്ടെന്നാണ് അവൻ എന്ത് ഓർമ്മ വന്നത്? നമ്മുടെ മാജിക് റിങ്ങിനെ കുറിച്ച് ഓർമ്മ വന്നത്. പക്ഷെ അത് വർക്ക് ചെയ്യോ എന്നുള്ള കാര്യത്തിൽ എബിന് സംശയം ഉണ്ടായിരുന്നു. അപ്പൊ അവൻ വേഗം പോക്കറ്റിൽ മാജിക് റിങ് എടുത്തിട്ട് പതുക്കെ അത് റബ്ബ് ചെയ്തു, അത് ഉരച്ചിട്ട് പറയുകയാണ് മാനിനെ രക്ഷിക്കണം, സേവ് ദ ഡിയർ എന്ന് പറയുകയാണ്. അപ്പൊ എന്തായാലും പെട്ടെന്ന് സംഭവിച്ചത് എന്താ? സഡൻലി ഹി നോട്ടീസ് ദ ട്രീ swinging to and fro. Ebin looked up at the sky. He saw a huge crane with wide wings. It came near fluttering its wings. It looked like a warplane. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? മരങ്ങളൊക്കെ ഇങ്ങനെ ആടാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ ആകാശത്തേക്ക് നോക്കണം. ഇപ്പൊ ആകാശത്ത് നോക്കുമ്പോൾ അവൻ എന്താ കാണുന്നത്? വലിയൊരു ക്രെയിൻ അല്ലെ. ചെറിയ ക്രെയിൻ എന്ന് വെച്ചാൽ എന്താ? നമ്മള് കൊക്ക് എന്നൊക്കെ പറയുന്ന ബേർഡാണ് ക്രെയിൻ എന്ന് പറയുന്നത്. അത് സാധാരണ ചെറിയ ക്രെയിൻ അല്ല, വലിയൊരു ക്രെയിൻ അല്ലെ, വലിയ ചിറകുകളൊക്കെ ഉള്ള ഒരു ക്രെയിൻ വന്നു. അത് വന്നിട്ട് എന്താ ചെയ്തത്? അവൻ അതിനെ കാണുമ്പോൾ എന്തുപോലെ തോന്നി? ഒരു പ്ലെയിൻ പോലെ അല്ലെ, വാർ പ്ലെയിൻ പോലെയാണ് അവന് തോന്നുന്നത്. It lifted the deer and flew up. The scared dogs ran for their lives. The crane came down again and put the deer back in the bushes. Wow, the magic worked. Ebin cried out. അപ്പൊ അവൻ അത് വന്നു, ആ ക്രെയിൻ വന്നു, നമ്മുടെ കൊച്ചു വന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഈ മാനിനെ ആ നായ്ക്കളുടെ അടുത്തുനിന്ന് രക്ഷിക്കുകയാണ് അല്ലെ. അതിനെ എടുത്ത് പൊക്കി, കണ്ടില്ലേ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മുടെ ക്രെയിൻ വന്ന് മാനിനെ പൊക്കി എടുത്തുകൊണ്ട് പറന്നു. എന്നിട്ട് അപ്പോഴും ഈ വലിയ ക്രെയിനെ കണ്ടതും ഈ ഡോഗ്സ് ഒക്കെ പേടിച്ചിട്ട് ഓടിപ്പോയി. എന്നിട്ട് ക്രെയിൻ എന്ത് ചെയ്തു? പതുക്കെ താഴെ വന്ന് മാനിനെ നിലത്ത് വിട്ടു അല്ലെ, കാട്ടിലോട്ട് വിട്ടു. മാൻ കാട്ടിന്റെ ഉള്ളിലോട്ട് ഓടിപ്പോയി. അപ്പോൾ എബിന് സന്തോഷമായി അല്ലെ, കാരണം എന്താ? ഈ മാജിക് റിംഗ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എബിന് സന്തോഷമായി. ഹൗ ഡിഡ് ദ മാജിക് റിംഗ് സേവ് ദ ഡിയർ? അപ്പൊ എങ്ങനെയാണ് സേവ് ചെയ്തതെന്ന് മനസ്സിലായില്ലേ? മാജിക് റിംഗ് എങ്ങനെയാണ് നമ്മുടെ ഡിയറിനെ സേവ് ചെയ്തതെന്ന്? ഡു യു ഹാവ് എനി അതർ ഐഡിയ ടു സേവ് ദ ഡിയർ? അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിൽ മാജിക് റിംഗ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഡിയറിനെ സേവ് ചെയ്യുക? വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? I will use stone and stick to scare the wild dogs. അല്ലെ, വൈൽഡ് ഡോഗ്സിനെ ഓടിക്കണം. അതിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം? സ്റ്റോണും സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചിട്ട് വൈൽഡ് ഡോഗ്സിനെ ഓടിക്കാൻ ശ്രമിക്കും. ഓക്കെ, നെക്സ്റ്റ് ദ മാജിക് വർക്ക്സ് അഗൈൻ. വീണ്ടും മാജിക് വർക്ക് ചെയ്തിരിക്കുകയാണ്. എബിൻ walked on. He was tired. He sat under a tree and soon fell asleep. അപ്പൊ എബിൻ അങ്ങനെ കുറെ നേരം വീണ്ടും മുന്നോട്ട് തന്നെ നടന്നു. വളരെയേറെ അവൻ ടയേർഡ് ആയില്ലേ, വളരെയേറെ അവൻ ക്ഷീണിച്ചു. അപ്പൊ അവൻ എന്ത് ചെയ്തു? ഒരു മരത്തിന്റെ അടിയിൽ പോയിരുന്നു. അതിന് കുറെ നേരം കഴിഞ്ഞപ്പോൾ അവൻ അങ്ങനെ ഉറങ്ങിപ്പോയി. Grr! Ebin heard a loud roar. It was a lion. It jumped at Ebin. Ebin rubbed the ring and said, "Magic ring, help me." The crane appeared once again in the sky. It flew towards Ebin. അപ്പൊ പെട്ടെന്നാണ് എന്ത് സംഭവിച്ചത്? ഒരു സൗണ്ട് കേൾക്കുന്നത് അല്ലെ. എന്തിന്റെ സൗണ്ട് ആണ്? സിംഹത്തിന്റെ ശബ്ദം അല്ലെ. സിംഹത്തിന്റെ റോർ എന്ന് വെച്ചാൽ എന്താ? ഗർജനം. സിംഹത്തിന്റെ ഗർജനം കേട്ടു. അത് ഈ സിംഹം എന്താ ചെയ്യുന്നത്? എബിനെ പിടിക്കാൻ വേണ്ടി ചാടിയില്ലേ. അപ്പൊ എബിൻ ഒന്ന് നോക്കി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? വേഗം അവന്റെ കയ്യിലെ മാജിക് റിംഗ് റബ്ബ് ചെയ്തു, ഉരച്ചിട്ട് എന്നെ രക്ഷിക്കണം
എന്ന് പറയുകയാണ്. അപ്പൊ നമ്മൾ പഴയ നമ്മുടെ ഡിയർ മാനെ രക്ഷിച്ച് അതേ ക്രെയിനിനെ വീണ്ടും പറന്നു വരികയാണ്. എബിന്റെ അടുത്തോട്ട് പറന്നു വന്നു. കം ഹോൾഡ് ഓൺ ടു മൈ ലെഗ്സ് ദ ക്രെയിൻ സെഡ്. എബിൻ ജംപ്ഡ് അപ്പ് ആൻഡ് ഹെൽഡ് ഓൺ ഇറ്റ് ലെഗ്സ് ടൈറ്റ്ലി. അപ്പൊ നമ്മുടെ ക്രെയിൻ വന്നിട്ട് എന്താ പറയണത്, വേഗം വന്ന് എന്റെ കാലിൽ പിടിക്കൂ പറയാണ് അല്ലെ. അപ്പൊ എബിൻ വേഗം ജമ്പ് ചെയ്തിട്ട് നമ്മുടെ ക്രെയിന്റെ കാല് ടൈറ്റ് ആയി പിടിക്കുകയാണ്. ബിഫോർ ദ ലയൺ കുഡ് ഡു എനിത്തിങ് ദ ക്രെയിൻ ഫ്ലോ ഹൈ അപ്പ് ഇൻ ടു ദ എയർ വിത്ത് എബിൻ. അപ്പൊ ലയൺ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ക്രെയിൻ വന്ന് വേഗം എബിനെ കൊണ്ട് ആകാശത്തോട്ട് പറന്നു. ഹൗ ഡിഡ് എബിൻ വേക്ക് അപ്പ് ഫ്രം ഹിസ് സ്ലീപ്പ്. അപ്പൊ എബിൻ എങ്ങനെയാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്? ലയന്റെ ശബ്ദം കേട്ടപ്പോ അല്ലെ, സിംഹത്തിന്റെ ശബ്ദം കേട്ടപ്പോ. എബിൻ ഹിയർഡ് എ ലൗഡ് roar sound of lion. How did the crane help Ebin from the lion? Lion നിന്ന് എബിൻ എങ്ങനെയാണ് നമ്മുടെ ക്രെയിൻ രക്ഷപ്പെടുത്തിയത്? The crane flew high up into the air with Ebin. അപ്പൊ എയർ എന്ന് വെച്ചാൽ ആകാശത്തിലേക്ക് പറന്നു അല്ലെ. നമ്മുടെ എബിനെയും കൊണ്ട് ക്രെയിൻ പറന്നു, മുകളിലോട്ട് പറന്നു. അടുത്തത് into the valley of fruits. The crane flew above the trees and hills. Where are we going? Ebin asked. To the valley of fruits, the crane replied. The crane landed in a beautiful valley. The trees were all loaded with fruits. Ebin and the crane sat on a rock and ate some sweet fruits. അപ്പൊ അങ്ങനെ എബിനെയും കൊണ്ട് നമ്മുടെ ക്രെയിൻ പറക്കുകയാണ്, മരങ്ങളുടെയും കുന്നുകളുടെ ഒക്കെ മുകളിലൂടെ പറക്കുകയാണ്. അപ്പൊ എബിൻ ചോദിക്കുകയാണ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ചോദിക്കുകയാണ്. അപ്പൊ ക്രെയിൻ പറഞ്ഞു നമ്മൾ ഫ്രൂട്ട്സിന്റെ വാലിയിൽ നിറയെ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള ഒരു താഴ്വരയിലേക്കാണ് പോകുന്നത് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു ബ്യൂട്ടിഫുൾ വാലിയിൽ നമ്മുടെ ക്രെയിൻ ലാൻഡ് ചെയ്ത് ഇറങ്ങി. നല്ല ഭംഗിയുള്ള നിറയെ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള ഫ്രൂട്ട്സും ഒക്കെ ഉള്ള ഒരു വാലി ആയിരുന്നു അത്. അതായത് വാലി പറഞ്ഞ താഴ്വര. ഓക്കെ. അപ്പൊ എബിൻ ആൻഡ് ദ ക്രെയിൻ സാറ്റ് ഓൺ എ റോക്ക് ആൻഡ് ഏറ്റ് സം സ്വീറ്റ് ഫ്രൂട്ട്സ്. അങ്ങനെ എബിനും നമ്മുടെ ഈ ക്രെയിനും പാറകളുടെ മുകളിൽ ഇരുന്നിട്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു. ആർ യു ഹാപ്പി? ദ ക്രെയിൻ ആസ്ക്ഡ്. നോ, എബിൻ said in a sad voice. Why? Are you still hungry? The crane asked. I want to go home. I want to see my mom. Ebin started crying. അപ്പൊ നമ്മുടെ ക്രെയിൻ ചോദിക്കണം ഇപ്പൊ ഹാപ്പി ആയില്ലേ, നമ്മുടെ ലയന്റെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു അല്ലെ, ഇപ്പൊ ഹാപ്പി ആയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എബിൻ സങ്കടത്തോടു കൂടെ പറയാണ് ഇല്ല, നോ. അപ്പൊ നമ്മുടെ ക്രെയിൻ ചോദിക്കുകയാണ് എന്താ, വായ്, അപ്പൊ ഇപ്പോഴും വിശക്കുന്നുണ്ടോ? ഹംഗ്രി പറഞ്ഞാൽ വിശക്കുക. ഇപ്പോഴും വീണ്ടും വിശക്കുന്നുണ്ടോ എന്ന് നമ്മുടെ ക്രെയിൻ ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ എബിൻ പറയുകയാണ് എനിക്ക് വീട്ടിൽ പോകണം, അമ്മയെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് എബിൻ കരയാൻ തുടങ്ങി. അപ്പൊ അതായിരുന്നു എബിന്റെ സങ്കടം. ഹാവ് യു എവർ ബീൻ ടു എ പ്ലേസ് ഫുൾ ഓഫ് ഫ്രൂട്ട് ട്രീസ്. അപ്പൊ നിറയെ ഫ്രൂട്ട് ട്രീസിൽ ഏതെങ്കിലും പ്ലേസിൽ പോയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നോ, ഉണ്ടെങ്കിൽ എസ് എന്ന് എഴുതുക. വാട്ട് വിൽ യു ഡു ഇഫ് യു ഗോ ടു സച്ച് പ്ലേസ്. അപ്പൊ അങ്ങനെ നിറയെ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള ഒരു പ്ലേസിൽ പോയാൽ, അതായത് നിറയെ ഫ്രൂട്ട്സ് ട്രീസ് ഒക്കെ ഉള്ള പ്ലേസിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക? ഐ വിൽ എൻജോയ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ and try to pluck fruits. Fruits ഒക്കെ വലിച്ച് കഴിക്കാനൊക്കെ നമ്മൾ നോക്കും. Even after eating sweet fruits, Ebin is not happy. Why? അപ്പൊ ഇത്രയും നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു, വിശപ്പൊക്കെ മാറി, എന്നിട്ടും എബിൻ ഹാപ്പി ആയില്ല അല്ലെ. എന്തുകൊണ്ടാ? ബിക്കോസ് ഹി വോണ്ട് ടു ഗോ ഹോം ആൻഡ് സീ ഹിസ് മദർ അല്ലെ. കാരണം അവന് വീട്ടിൽ പോകണം, അമ്മയെ കാണണം അല്ലെ. നെക്സ്റ്റ്, the flight. Don't worry, my little boy, I will take you home soon, the crane said. The crane fluttered its wings. Ebin clung to its legs. The crane rose into the sky again. They flew over mountains and across valleys. Now we are flying over the sea, the crane said. Ebin looked down. He saw the deep blue sea. The waves were playing with the wind. My home, Ebin cried. The crane flowed down. അപ്പൊ അങ്ങനെ നമ്മുടെ ക്രെയിൻ പറയണ വിഷമിക്കണ്ട, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുപോകാന്ന് ക്രെയിൻ പറഞ്ഞു. അതിന് വീണ്ടും എബിൻ എന്ത് ചെയ്യണം, നമ്മുടെ ക്രെയിൻ പറക്കുകയാണ്. എബിൻ എന്ത് ചെയ്യണു, നമ്മുടെ ക്രെയിന്റെ കാലിൽ തൂങ്ങി നിൽക്കുകയാണ്, ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് തൂങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ക്രെയിൻ എബിനെയും കൊണ്ട് പറന്നു. അങ്ങനെ ഇപ്പൊ എന്താണ്, ഇപ്പൊ ക്രെയിൻ ഉള്ളത് എവിടെയാണ്? കടലിന്റെ മുകളിലൂടെ പറക്കുകയാണ് അല്ലെ. അപ്പൊ എബിൻ താഴോട്ട് നോക്കുമ്പോ എന്താ കാണുന്നത്? താഴെ നല്ല ഡീപ്പ് ബ്ലൂ സീയിലെ നീലക്കടല് കാണുകയാണ്. അപ്പോഴാണ് എബിൻ എന്ത് കണ്ടത്? അവന്റെ കടൽ തീരത്താണല്ലേ അവന്റെ വീട്, അവന്റെ ഹോം കണ്ടു, അവന്റെ വീട് കണ്ടു. എബിൻ പറഞ്ഞു അതാ എന്റെ വീട് പറയുന്നത്, മൈ ഹോം പറഞ്ഞപ്പോ നമ്മുടെ ക്രെയിൻ ഇത് ചെയ്തു, അവനെ താഴോട്ട് ഇറക്കുകയാണ്. What did Ebin see when he looked down? അവൻ താഴെ നോക്കിയപ്പോ എന്താ കണ്ടത് എബിൻ? The deep blue sea and his home. കടലും അതുപോലെ അവന്റെ വീടും അല്ലെ. Can you say where Ebin has reached now? ഇപ്പൊ എവിടെയായിരിക്കും എബിൻ എത്തിയത്? He reached his home. Next, reunion. Ebin heard the sound of the waves. Look, that is my home. Ebin yelled in joy. The crane almost touched the ground. Mom, Ebin called out and ran to his home. Ebin turned to say goodbye to the crane, but the crane had disappeared in the sky. അപ്പൊ എബിൻ വളരെ സന്തോഷമായി അല്ലെ. അങ്ങനെ എവിടെ എത്തി? നമ്മുടെ ക്രെയിന് എബിനെ താഴെ ഇറക്കി.
അപ്പൊ അവന്റെ അമ്മനെ വിളിക്കല്ലേ, മോം. എബിൻ കോൾഡ് ഔട്ട് ആൻഡ് റൺ ടു ഹിസ് ഹോം. അമ്മനെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് വേഗം ഓടുകയാണ്. അപ്പൊ നമ്മുടെ പുറകിൽ ആരുണ്ട്, നമ്മുടെ ക്രെയിൻ ഉണ്ടല്ലേ. അപ്പൊ ക്രെയിന് ഗുഡ് ബൈ പറയാൻ വേണ്ടി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ക്രെയിന് ആകാശത്തിലോട്ട് പറന്നു പോയിരിക്കണു അല്ലെ. എബിൻസ് ഫാദർ ആൻഡ് മദർ കെയിം ഔട്ട്. ഐ എം സോറി മൈ ഡിയർ, വേർ വേർ യു, ഫാദർ ആസ്ക്ഡ്. അപ്പോഴേക്കും എബിൻ വിളിക്കുന്നത് കേട്ടിട്ട് അച്ഛനും അമ്മയും പുറത്തു വന്നു, വീട്ടിൽ നിന്ന് പുറത്തു വന്നു. അച്ഛൻ വന്നതിന് എന്താ പറഞ്ഞത്, സോറി പറയുകയാണല്ലേ. എബിനെ ചീത്ത പറഞ്ഞതിന്, വഴക്ക് പറഞ്ഞതിന് സോറി, നീ സോറി പറഞ്ഞത് എവിടെ പോയതാന്ന് അച്ഛൻ ചോദിക്കുകയാണ്. ഹഗ്ഗിങ് എബിൻ ടൈറ്റ്ലി. അപ്പൊ അച്ഛൻ വളരെ സന്തോഷത്തോടെ എബിനെ കെട്ടിപ്പിടിച്ചിട്ടാണ് ചോദിക്കുന്നത്. എബിൻ wanted to tell them all about the magic ring, the crane, the deer, the lion, but nothing came out. Words stuck in his thought. അപ്പൊ എബിൻ his thought, എബിൻ എല്ലാം പറയണമെന്നുണ്ടല്ലേ. എവിടെ പോയതെന്ന് ചോദിച്ചപ്പോൾ എല്ലാ വിശേഷങ്ങളും പറയുന്നുണ്ട്. മാജിക് റിങ്ങിനെ കുറിച്ച് പറയണം, അതുപോലെ ക്രെയിനെ കുറിച്ചും ഡിയറിനെ കുറിച്ച് ലയനെ കുറിച്ച് എല്ലാം പറയണമെന്നുണ്ട്. പക്ഷെ അവന് ഹാപ്പി ആയിട്ട്, അവൻ വളരെ സന്തോഷമായി അല്ലേ. അച്ഛനും അമ്മനും വീണ്ടും കണ്ടതിൽ സന്തോഷമായിട്ട് അവന് അത്രയും ഹാപ്പി ആയപ്പോ അവന് വാക്കുകളൊന്നും കിട്ടുന്നില്ല അല്ലെ. അതായത് എന്താണ് വേർഡ്സ് ചോക്ക്ഡ് ഇൻ ഹിസ് ത്രോട്ട് പറഞ്ഞാൽ എന്താ, അത് വേർഡ്സ് ഒന്നും വരുന്നില്ല. അവന് എല്ലാം പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും പറയാൻ കഴിയുന്നില്ല. കം ഡിയർ ലെറ്റ്സ് ഗോ ഇൻസൈഡ്, മദർ സെഡ്. എബിൻ ലുക്ക്ഡ് അറ്റ് ദ സ്കൈ എഗൈൻ. അപ്പൊ അമ്മ എന്ത് പറഞ്ഞു, മോനെ നമുക്ക് അകത്തോട്ട് പോവാ പറയണം. അപ്പൊ വീണ്ടും ആകാശത്തിലേക്ക് നോക്കണം. ആരെയാണ് നോക്കുന്നത്, നമ്മുടെ ക്രെയിൻ അല്ലെ. വേർ ഹാസ് എ ക്രെയിൻ ഗോൺ, എബിൻ ലുക്ക്ഡ് അപ്പ്. ഹി സോ എ വൈഡ് feather floating in the air. അപ്പൊ അവൻ ചിന്തിക്കണം എവിടെ പോയി, ആ ക്രെയിൻ എവിടെ പോയി ആലോചിക്കുമ്പോഴാണ് എന്ത് കാണുന്നത്, ആകാശത്ത് നിന്ന് ഒരു ഫെദറിലെ ഒരു തൂവൽ, അതായത് നമ്മുടെ ക്രെയിൻ്റെ ഒരു ഫെദർ കാറ്റിൽ വരുന്നു അല്ലെ. എ സ്മൈൽ അപ്പിയർഡ് ഓൺ എബിൻസ് ഫേസ്. അപ്പൊ അവന് മനസ്സിലായി നമ്മുടെ ക്രെയിൻ ഇന്ത്യ മനസ്സിലായപ്പോ എബിന് വളരെ ഹാപ്പി ആയി അല്ലെ. എബിന് വളരെ ഹാപ്പി ആയി. അപ്പൊ നമ്മുടെ മാജിക് റിംഗ് എന്നുള്ള സ്റ്റോറി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എബിൻ തിരിച്ചു വീണ്ടും അവന്റെ ഫാമിലിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എബിന്റെ കയ്യിൽ എന്തുണ്ട്, മാജിക് റിംഗ് ഉണ്ട് അല്ലെ. ഹൗ ഡിഡ് ഫാദർ റിയാക്ട് വെൻ ഹി സോ എബിൻ. എബിനെ കണ്ടപ്പോ അച്ഛൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്, ഹി ഹഗ്ഡ് എബിൻ ടൈറ്റ്ലി അല്ലെ. അച്ഛൻ അവനെ കെട്ടിപ്പിടിച്ചു, എന്നിട്ട് സോറി പറഞ്ഞു. വൈ കുഡ് നോട്ട് എബിൻ സേ എനിത്തിങ് അബൌട്ട് ദ മാജിക് റിംഗ്. മാജിക് റിംഗിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ കാരണം എന്താണ്, വേർഡ്സ് സ്റ്റോക്ക്ഡ് ഇൻ ഹിസ് ത്രോട്ട്. അവന്റെ വേർഡ്സ് ഒന്നും കിട്ടുന്നില്ല അല്ലെ, അതായത് പറയാൻ കഴിയുന്നില്ല സന്തോഷം കാരണം. വേർ ഡിഡ് ദ ക്രെയിൻ ഗോ, ക്രെയിൻ എങ്ങോട്ടാണ് പോയത്, മേ ബി അത് ആകാശത്തിലേക്ക് പറന്നുപോയി അല്ലെ. വാട്ട് വുൾ എബിൻ ഡു ഇഫ് വി വോണ്ട് ടു സീ ദ ക്രെയിൻ എഗൈൻ. അപ്പൊ വീണ്ടും ആ ക്രെയിനെ കാണണമെങ്കിൽ എബിൻ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, മേ ബി ഹി യൂസ് ദ മാജിക് റിംഗ് എഗൈൻ. വീണ്ടും ആ മാജിക് റിംഗ് യൂസ് ചെയ്ത ആ ക്രെയിനെ കാണാൻ കഴിയും അല്ലെ. അടുത്തത്, അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റോറി മാജിക് റിംഗ് എന്നുള്ള നമ്മുടെ സ്റ്റോറി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇനി അടുത്തുള്ള കോൺവെർസേഷൻ ആണ് എഴുതാൻ പറയുന്നത്. നൗ കംപ്ലീറ്റ് ദ ഡയലോഗ് ബിറ്റ്വീൻ ഫാദർ ആൻഡ് എബിൻ. അതായത് വീണ്ടും തിരിച്ച് എബിൻ ഫാദറിനെ കണ്ടു, അതിനുശേഷം ഫാദറും എബിനും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഫാദർ ആദ്യം കണ്ടതും എന്താ പറയണത്, ഐ ആം സോറി മൈ ഡിയർ അല്ലെ. സോറി പറഞ്ഞു. വേർ യു, നീ എവിടെ പോയതാന്ന് ചോദിക്കുകയാണ്. അപ്പൊ എബിൻ എന്തൊക്കെയായിരിക്കും അതിന് മറുപടി കൊടുത്തിട്ടുണ്ടാവുക, അവർ തമ്മിലുള്ള കോൺവെർസേഷൻ. അപ്പൊ എബിൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും, ഐ വാസ് ഇൻ ദ ഫോറസ്റ്റ്, ഞാൻ കാട്ടിലായിരുന്നു. അപ്പൊ അച്ഛൻ എന്ത് ചോദിക്കും, ഹൗ ഡിഡ് യു റീച്ച് ഫോറസ്റ്റ്, നീ എങ്ങനെ കാട്ടിലെത്തി. അപ്പൊ എബിൻ എന്താ പറയാ, ഇറ്റ് വാസ് എ ലോങ് സ്റ്റോറി, അത് വലിയൊരു കഥയാണ്. ഫാദർ ടെൽ മീ സൺ വാട്ട് ഹാപ്പൻ, പറയൂ എന്താണ് സംഭവിച്ചെന്ന് പറയാൻ പറയാണ്. അപ്പൊ എബിൻ എന്ത് പറയും, ഐ ഗോട്ട് എ മാജിക് റിംഗ്, എനിക്കൊരു മാജിക് റിംഗ് കിട്ടി. ഫാദർ വാട്ട് എ മാജിക് റിംഗ്, വേർ ഡിഡ് യു ഗെറ്റ് ദ മാജിക് റിംഗ്. അപ്പൊ മാജിക് റിംഗോ, നിനക്കത് എവിടെ നിന്നാണ് കിട്ടിയത് മാജിക് റിംഗ്. എബിൻ ഡു യു റിമെമ്പർ ദാറ്റ് യു ഷൗട്ടഡ് മീ വെൻ ഐ സേവ്ഡ് ദാറ്റ് ബിഗ് ഫിഷ്. അപ്പൊ അച്ഛന് ഓർമ്മയുണ്ടോ, അന്ന് എന്നെ ചീത്ത വഴക്ക് പറഞ്ഞതിന്, ആ ബിഗ് ഫിഷിനെ സേവ് ചെയ്തതിന് വഴക്ക് പറഞ്ഞത്. ഫാദർ yes son, how cruelly I behaved to you. I only think about the money but you try to save your life. What a bad time. I am sorry my dear. ഓർമ്മയുണ്ട്, ഞാൻ എത്ര വളരെ ക്രൂവൽ ആയിട്ടാണ് നിന്നോട് ബിഹേവ് ചെയ്തത്, നിന്നോട് പെരുമാറിയത്. ഞാൻ അപ്പോ മണീനെ കുറിച്ച്, കാശിനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. നീ ഒരു ജീവനാണ് സേവ് ചെയ്തത്. വീണ്ടും അച്ഛൻ എന്ത് പറയാണ്, സോറി പറയാണ് അല്ലെ. Ebin, it's okay dad, only because of that incident we got this magic ring. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ മാജിക് റിംഗ് കിട്ടിയത്. That fish gave me this magic ring, it has magical powers. ആ ഫിഷ് ആണ് ഈ മാജിക് റിംഗ് തന്നത്, ഇതിന് ഒരുപാട് മാജിക്കൽ പവേഴ്സ് ഉണ്ട്. With the help of this ring I helped a deer and saved myself from a lion. ഇതുകൊണ്ടാണ് ഞാൻ ഒരു മാനിനെ രക്ഷപ്പെടുത്തി, അതുപോലെ ഞാനും ഒരു ലയന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പൊ ഫാദർ എന്ത് പറയും, ഓ മൈ ഗോഡ് ദിസ് ഈസ് റിയലി അൺബിലീവബിൾ, വിശ്വസിക്കാൻ കഴിയുന്നില്ല, അൺബിലീവബിൾ ആണ്. എനിവേ യു ആർ സേഫ് നോ, ഇപ്പൊ എന്തായാലും നീ സേഫ് ആണ്. താങ്ക്സ് ടു ദാറ്റ് ഫിഷ്, അല്ലെ ഫിഷിന് താങ്ക്സ് പറയാം. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫാദറും എബിനും തമ്മിലുള്ള കോൺവെർസേഷൻ ആണത്. ഓക്കെ അപ്പൊ നമ്മുടെ ദ മാജിക് റിംഗ് എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായോ? ക്ലാസ് ഇഷ്ടമായാൽ ക്ലാസ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്